വസിഷ്ഠ മഹർഷിക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം. ഏതായാലും ഒന്ന് സത്യമാണ്, ശ്മശാനത്തിൽ കിടന്ന് ഹരിചന്ദ്രനും ആ ബ്രാഹ്മണ ഗൃഹത്തിൽ കിടന്ന് അദ്ദേഹത്തിന്റെ പത്നിയും പുത്രനും അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് സമാനമായി ഈ ഭൂമിയിൽ മറ്റൊരു ദുരിതമില്ല മഹർഷി. നാരായണ നാരായണ. നാരായണ നാരായണ. രാജാസനത്തിലിരിക്കുമ്പോൾ ഒരു പൂവിതളിന്റെ ചലനം പോലും അറിയുന്ന രാജാവ് ഇപ്പോൾ പ്രപഞ്ച ചലനം പോലും അറിയാത്ത സുഷുപ്തിയിലാണ്. ആത്മസംഘർഷങ്ങളില്ലാത്ത സുഷുപ്തി. ഹരിചന്ദ്ര 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 മഹാരാജൻ, ഉണരൂ, ഉണർന്നു നോക്കൂ. നാരായണ നാരായണ. മഹർഷേ, അങ്ങ് ഈ ശ്മശാനത്തിൽ വന്നു? ഹരിചന്ദ്ര മഹാരാജാവേ, സുഹൃതികൾ വാഴുന്ന ഇടം, അത് കൊട്ടാരമായാലും ശ്മശാനമായാലും നാരദൻ തിരഞ്ഞു വരും. അതിൽ അങ്ങ് അത്ഭുതം കൂറേണ്ടതില്ല. എങ്കിലും മഹർഷേ, ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ കാണുന്നത് എനിക്ക് വിഷമമാണ് ഉണ്ടാക്കുന്നത്. അങ്ങേക്കതിൽ ഒരുവിധ മനക്ലേശവും ഉണ്ടാകേണ്ടതില്ല. പിന്നെ അങ്ങയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ വിശ്വാമിത്ര മഹർഷി തന്നെയാണ്. അദ്ദേഹം ബ്രാഹ്മണ വേഷത്തിൽ വരുന്നു എന്ന് മാത്രം. അതെനിക്കറിയാം മഹർഷേ. വിശ്വാമിത്രന്റെ ഈ ചെയ്തികൾക്ക് പിന്നിൽ അങ്ങയോടുള്ള വിരോധമല്ല. വിശ്വാമിത്രൻ അങ്ങയിലൂടെ വസിഷ്ഠനോടുള്ള പക തീർക്കുകയാണ്. പക്ഷേ നാം ആലോചിക്കുന്നത് അതല്ല മഹാരാജൻ. തന്നോടുള്ള പക തീർക്കാൻ വിശ്വാമിത്രൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിനെ എതിർത്ത് അങ്ങയെ രക്ഷിക്കാൻ വസിഷ്ഠൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നതിലാണ് നമുക്ക് ഖേദം. ഇല്ല ദേവർഷേ, ഇതിൽ അദ്ദേഹത്തിന് ഒന്നും തന്നെ ചെയ്യാനില്ല. എന്റെ സത്യം പാലിക്കാൻ ഞാൻ ഉദ്യമിക്കുമ്പോൾ അരുതെന്ന് പറയാൻ വസിഷ്ഠ ഗുരുവിനാവില്ലല്ലോ. ഇല്ല, അങ്ങയുടെ സത്യപാലനത്തെ തടസ്സപ്പെടുത്തണമെന്നല്ല നാം പറഞ്ഞത്. സത്യപാലനം എന്ന പേരിൽ അങ്ങയെ പീഡിപ്പിക്കുന്ന വിശ്വാമിത്രനെ നിലയ്ക്ക് നിർത്താൻ ശ്രമിക്കണമെന്നാണ്. അതിന് അദ്ദേഹം തുനിയുന്നില്ല. അതാണ് നാം പറഞ്ഞത്. തോൽപ്പിക്കാനോ തോൽപ്പിക്കപ്പെടാനോ കഴിയാത്ത രണ്ട് അസാമാന്യ ശക്തികളാണ് വസിഷ്ഠ ഗുരുവും വിശ്വാമിത്ര മഹർഷിയും. അവർ തമ്മിൽ നേർക്കുനേർ എതിർത്താൽ ആരും ജയിക്കില്ല, ആരും തന്നെ തോൽക്കുകയുമില്ല. അതുകൊണ്ട് അവർ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാവരുതെന്നാണ് എന്റെ വിചാരം. മഹാരാജാവേ, അങ്ങ് ധർമ്മബുദ്ധി ആയതുകൊണ്ട് അങ്ങിപ്രകാരം സംസാരിക്കുന്നു. പക്ഷേ നമുക്കങ്ങനെ ചിന്തിക്കാനാവുന്നില്ല. വിശ്വാമിത്രൻ കാണിച്ചത് കടന്ന കൈ. അതിലിടപെട്ട് സഹായിക്കാതെ ഒഴിഞ്ഞു നിൽക്കുന്ന വസിഷ്ഠന്റെ കൃത്യം അതിലും കടന്ന കൈ. ഇതാണ് നമ്മുടെ അഭിപ്രായം. നാരായണ നാരായണ. അമ്മ എന്തിനാ ഇവിടെ വന്ന് ഈ ജോലികളൊക്കെ ചെയ്യുന്നേ? കൊട്ടാരത്തിൽ ചെന്നപ്പോ ഇതൊക്കെ ചെയ്യേണ്ട ആളുകൾ വേറെ ഉണ്ടായിരുന്നല്ലോ. അതെ ഉണ്ണി, അത് കൊട്ടാരത്തിൽ.
കുടിലും കൊട്ടാരവും തമ്മിൽ അതാണ് അന്തരം. ഉണ്ണി ഇനി അയോധ്യയുടെ രാജാവാകുമ്പോൾ ഈ യാതനകളെക്കുറിച്ച് ബോധമുണ്ടാവണം. യാതന അനുഭവിക്കുന്നവരോട് അനുതാപം ഉണ്ടാവണം. പക്ഷേ അമ്മേ, ഞാൻ എങ്ങനെ രാജാവാകും? അച്ഛനെ നമ്മളെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയതല്ലേ. ഇനി നമ്മളെങ്ങനെ കൊട്ടാരത്തിൽ പോവും? പോകും ഉണ്ണി, പോകും. എപ്പോ? പോകും. പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഭൂമിയിലെ ധർമ്മവ്യവസ്ഥകളും സത്യനിഷ്ഠകളും വ്യർത്ഥമാണെന്ന് ചിന്തിക്കേണ്ടി വരും. അതൊരിക്കലും വ്യർത്ഥമായിക്കൂടാ. എല്ലാ പരീക്ഷകളും കടന്ന് നിന്റെ പിതാവ് വരും. അന്ന് നമ്മൾ തിരികെ കൊട്ടാരത്തിലേക്ക് പോകും. അതിന് ഇനി ഒരുപാട് നാളുകൾ കാത്തിരിക്കണോ? ജോലി എടുക്കേണ്ട സമയത്ത് പേരെ ചെറുക്കനെയും കൊച്ചിച്ചോണ്ട് ഇവിടെ ഇരിക്കണോ നീ? അഹങ്കാരി. മുത്തമടിച്ചു കഴിഞ്ഞെങ്കിൽ അവിടെ ചെന്ന പാത്രം തേച്ച് വഴക്ക്. അത് കഴിയുമ്പോ വേറെ ജോലി തരും. ചെല്ലടി അങ്ങോട്ട്. ചക്ക പോ, പോയി ചമതയും ഗർഭയും കൊണ്ടുപോവാ. ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നവരെ നിനക്കെടുത്താതെ പോ. കുട്ടിയോട് കിന്നരിച്ച് നിൽക്കാതെ പോയി ജോലി ചെയ്ത് തീർക്കാൻ നോക്കടി. പോ. ഉണ്ണിപ്പോ പോയി കാട്ടിൽ ചെന്ന് ചമതയും ദർഭയും സംഭരിച്ചോണ്ട് വാ. ശരിയമ്മേ. പിന്നെ വഴിയിൽ കളിച്ചു നിൽക്കരുത്. ഇരുട്ട് മുൻപിങ്ങ് പോരണം. ഈശ്വര, കളിക്കാൻ കൂട്ടു. നീ ഏതാ? നിന്നെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ പുതിയതാ. ആ ചെറിയ ബ്രാഹ്മണ ഗൃഹത്തിൽ പുതിയതായിട്ട് വന്നതാ. നീയും കൂടിക്കോ, കളിച്ചോ. ഇവിടെ നിക്ക്. വട്ടെ പിടിച്ചോണേ. എനിക്ക് ദർബയും ചമതയും കൂട്ടണം. ഞാൻ പൊയ്ക്കോട്ടെ. ഒരു ദർബയും ചമതയും അത് എപ്പോഴെങ്കിലും കൊണ്ട് കൊടുത്താൽ മതി. വാ കളിക്ക്. ഇല്ലില്ല, വൈകിയാൻ പറ്റില്ല. എനിക്ക് പോണം. പൊയ്ക്കോട്ടെ, നാളെ വരാം. ഹരിചന്ദ്ര,
ഹേ ഹരിചന്ദ്ര, കഴിഞ്ഞ പക്ഷത്തിൽ എത്ര ശവങ്ങൾ വന്നു? കുറച്ചേ ഉള്ളൂ, 8-9 എണ്ണം. അതെന്താ കുറവ്? ആളുകൾക്ക് ചാക്കാലയും ഇല്ലാതായോ? ആ, എവിടെ ശ്മശാന പണം? കൊണ്ടുവാ. നിന്റെ ശുഷ്കാന്തി കുറവ് കൊണ്ടാ ശവങ്ങൾ കുറയുന്നത്. നീ കുറച്ചുകൂടി ശുഷ്കാന്തി കാണിച്ചെങ്കിൽ ശവങ്ങളുടെ എണ്ണം ഇനിയും കൂടുമായിരുന്നു. പ്രവീരരെ, മരിച്ചു കഴിയുമ്പോഴേ ആളുകൾ ശ്മശാനം തേടി വരികയുള്ളൂ. വാക്കിരി ചോറുണ്ട് ഈ ശ്മശാനത്തിന്റെ 4 അതിരുകൾക്കുള്ളിൽ കഴിയുന്ന ഞാൻ എത്ര ശുഷ്കാന്തി കാണിച്ചാലും ഒരാളും കൂടുതലായി മരിക്കാൻ പോകുന്നില്ല. നീ എന്നെ തത്വശാസ്ത്രം പഠിപ്പിക്കുന്നു. ദാസല്യം താഴെയായ അടിമയാണ് നീ. എന്നിട്ട് യജമാനു നേരെ നിന്ന് വർത്തമാനം പറയും. അല്ലെങ്കിൽ നീ കക്കുന്നുണ്ടാവും. കള്ളനാ നീ, പേരും കള്ളൻ. പ്രവീര, നീ നിന്റെ വടി നിയന്ത്രിച്ചില്ലെങ്കിലും വാക്കുകൾ നിയന്ത്രിക്കണം. സത്യത്തിന് വേണ്ടിയാണ് ഹരിചന്ദ്രൻ രാജ്യവും യശസ്സും സൗഭാഗ്യങ്ങളും, എന്തിന് സ്വന്തം ഭാര്യയും മകനെയും പോലും ഉപേക്ഷിച്ചത്. ഈ ദുരിതങ്ങൾ ഏറ്റുവാങ്ങിയതും ആ സത്യപാലന നിഷ്ഠയുടെ പേരിലാണ്. ഇനിയും കള്ളനെന്ന വാക്ക് നീ ഉച്ചരിച്ചാൽ ആ നാവ് ഞാൻ പിഴുതെടുക്കും. ശരി ശരി, നീ സത്യവാനാണ്, സത്യവാനാണ്. ശ്മശാനത്തിലെ കാര്യങ്ങൾ നേരെ നോക്കി നടത്ത്. ആ, ഇതാ രോഹിതിന്റെ ശബ്ദമല്ലേ? അയ്യോ, ആരെങ്കിലും ഓടി വരണേ. അതെ അതെ, അത് രോഹിതിന്റെ ശബ്ദം തന്നെ. വാ, നമുക്ക് പോയി നോക്കാം. അയ്യോ അമ്മേ, എന്നെ രക്ഷിക്കണേ, എന്നെ പാമ്പ് കടിച്ചേ. എന്താ, എന്ത് പറ്റി രോഹിത? എന്നെ പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ചെന്നോ? എനിക്ക് വയ്യ, എന്റെ അമ്മ രക്ഷിക്കണേ. അയ്യോ, അവൻ മരിച്ചെന്നാ തോന്നുന്നത്. നമ്മൾ എന്ത് ചെയ്യും? അവന്റെ വീട്ടിൽ പോയി പറയാം. അവന്റെ വീട്ടിൽ പോയി പറഞ്ഞാല് അവിടെയുള്ളവര് നമ്മളെ തല്ലിയാലോ? എന്തിന്? അവന് പാമ്പ് കടിച്ചിട്ട് നമ്മളെന്ത് പഴിച്ചോ? നീ വാ, നമുക്ക് അവിടെ പോയി പറയാം. വാ, വേഗം പോവാ.
യജമാനെ ദർഭയും ചമതയും കൊണ്ടുവരാൻ മകൻ പോയിട്ട് ഏറെ നേരമായി. കാണുന്നില്ല. ഞാനൊന്നു പോയി നോക്കട്ടെ. നീ പോയി നിന്റെ ജോലി നോക്കുവണ്ണേ. അവനൊരു ആൺകുട്ടിയല്ലേ, വരുമ്പോ കണ്ടാ മതി. എങ്കിലും രാവിലെ പോയതല്ലേ യജമാനെ, ഇപ്പൊ ഇതാ വൈകുന്നേരമായി. എന്തെങ്കിലും അപകടം പിടിഞ്ഞിട്ടുണ്ടാവോന്ന് എനിക്കൊരു ഭയം. ഉടൻ വരാം, ഒന്നു പോയി വേണ്ട, നോക്കട്ടെ. ചമതയും ദർഭയും കൊണ്ടുവരാൻ അയച്ചതാ ഞാൻ അവനെ. നേരത്തിനത് കൊണ്ടുവരാൻ അവനായിട്ടില്ല. അത് അവന്റെ തെറ്റ്. അതിനുള്ള ശിക്ഷ അവൻ മടങ്ങി വരുമ്പോ ഞാൻ കൊടുത്തോളാം. ഇനി അതും പറഞ്ഞ് നീ കൂടി പോയാൽ നിന്റെ ജോലി ആര് ചെയ്യും? ധാന്യം പൊടിക്കാനില്ലേ? ഉണ്ട് പ്രഭു. രാത്രിയിലെ ഭക്ഷണം അതുണ്ടാക്കണ്ടേ? വേണം. അതാര് ചെയ്യും? ഞാൻ തന്നെ ചെയ്യണം. ധാന്യം പൊടിച്ച് രാത്രിയിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. പോ, ആദ്യം പോയി ആ ജോലി തീർക്ക്. ഈശ്വര, ദുരിതവാരിധിയുടെ നടുവിൽ കഴിയുമ്പോഴും സത്തുക്കൾ ആത്മാഭിമാനം വെടിയുന്നില്ല. പരീക്ഷണങ്ങൾ വീണ്ടും വീണ്ടും അവരെ ആക്രമിക്കുമ്പോഴും ആത്മവിശ്വാസവും നഷ്ടപ്പെടുത്തുന്നില്ല.